ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 24-ാമത് വചനം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ എന്നുള്ള പ്രസ്താവനയാണ്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നത് എല്ലാവരും മറ്റുള്ളവരെക്കാൾ തങ്ങളാണ് ശ്രേഷ്ഠരെന്നെണ്ണുകയും ആ നിലകളിൽ ജീവിക്കുകയും ചെയ്യുന്നത് ഒരു ശരിയായ പ്രവണതയല്ല എന്നും, നാം നമ്മേക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠരെന്നെണ്ണുകയും അവരെ ബഹുമാനിപ്പാനും അവരെ അംഗീകരിപ്പാനും അവരെ ആദരിപ്പാനും ഇടയായിത്തീരേണ്ടതുണ്ടെന്നും അതാണ് ഓരോ ക്രിസ്തു വിശ്വാസികൾക്കും ആവശ്യമായിരിക്കുന്നതെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ 9 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രാർത്ഥിപ്പാൻ വേണ്ടി 2 പേർ ദേവാലയത്തിൽ കടന്നു വന്നു. എന്നാൽ ഒരുവൻ നിന്നുകൊണ്ട് താൻ മറ്റവനേക്കാൾ ശ്രേഷ്ഠനാണെന്നും താൻ ഏറ്റവും ഉന്നതനാണെന്നുമുള്ളതായ മനോഭാവത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കാണുവാൻ കഴിയുന്നുണ്ട്. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ, 2 പേർ പ്രാർത്ഥിപ്പാൻ വേണ്ടി വന്നു. ഒരുത്തൻ പരീശനും മറ്റവൻ ചുങ്കക്കാരനും ആയിരുന്നു. എന്നാൽ പരീശന്റെ വാക്കുകൾ നാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, അവൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപടിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ഇവിടെ പരീശന്റെ വാക്കുകൾക്കകത്ത് മറ്റുള്ള എല്ലാവരേക്കാളും ഈ പ്രാർത്ഥിപ്പാൻ വേണ്ടി വന്നിരിക്കുന്ന ചുങ്കക്കാരനേക്കാളും ഒക്കെ ഞാനാണ് ശ്രേഷ്ഠൻ, ഞാനാണ് കൂടിയ ആൾ, ഞാനാണ് ഭക്തൻ, ഞാനാണ് വിശുദ്ധൻ എന്ന് പറയുവാൻ വേണ്ടി ഉത്സാഹിച്ചു എന്നുള്ളതാണ്. എന്നാൽ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ശരിയായ തലത്തിലുള്ളൊരു ഉത്തരം ലഭിക്കാതെ നീതീകരിക്കപ്പെടുവാൻ കഴിയാത്തവനായി താൻ കടന്നു പോകേണ്ടി വന്നതായ രംഗവും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകാതിരിക്കേണ്ടതിന് നിങ്ങളെക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠരെന്ന് എണ്ണണമെന്ന് തന്നെയാണ് കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഓർപ്പിച്ചിട്ടുള്ളത്. ഞാനും നിങ്ങളും പരീശനെ പോലെ ആകരുതെന്നും ചുങ്കക്കാരനെ പോലെ ആകുവാൻ ഉത്സാഹിക്കണമെന്നുകൂടി ഓർപ്പിച്ചുണർത്താൻ കഴിയുന്ന പദങ്ങൾ ഇവിടെയുണ്ട്. പരീശന്റെ പ്രാർത്ഥന അവസാനിച്ച് നീതീകരിക്കപ്പെടാത്തവനായി താൻ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ, ചുങ്കക്കാരൻ ആ തലത്തിലല്ല പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നത്. അവൻ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് പോലും നോക്കുവാനായിട്ട് തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ നീതിമാനല്ല, ഞാൻ വിശുദ്ധനല്ല, ഞാൻ പരീശനേക്കാൾ മോശക്കാരനാണ്, എന്നേക്കാൾ ശ്രേഷ്ഠനാണ് പരീശൻ എന്ന് താൻ തന്നോട് തന്നെ പറയുവാൻ, തൻ്റെ ദൈവത്തോട് പറയുവാൻ തുനിഞ്ഞപ്പോൾ തനിക്ക് നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് കടന്നു പോകാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ്. ഇവിടെ പൗലോസും ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ആരും പരീശനെ പോലെ ആയിപ്പോകാതിരിക്കുകയും ചുങ്കക്കാരനെ പോലെ ആകുവാൻ ഉത്സാഹിക്കുകയും ചെയ്യണമെന്ന പദമായി
ഞാൻ ആ പദത്തെ ചേർത്തോർപ്പിക്കുകയാണ്. ആ നിലയിൽ നമുക്ക് നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് മറ്റുള്ളവരെ എണ്ണുവാനും ആ നിലയിൽ ജീവിപ്പാനും കഴിയേണ്ടതിന് നമുക്കൊരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ഗുണമല്ല, ഞങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ഗുണം നോക്കുവാനും മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.